ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പായി നമുക്കറിയേണ്ടത് രണ്ട് ഫോർമുലകളാണ്. ഒന്ന് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണുന്നതിനുള്ള ഫോർമുല, ദാറ്റ് ഈസ് 2πr അല്ലെങ്കിൽ πd. മറ്റൊരു ഫോർമുല റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ്. നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് LB. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏത് ഫിഗറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ആ ഫിഗറിനെ പല പീസുകളായി കട്ട് ചെയ്തുകൊണ്ട് ഏരിയകളുടെ സം എടുത്താലും മതി. ഇവിടെ നമുക്ക് ഈ സർക്കിളിനെ 8 പീസുകളാക്കി കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 8 പീസുകളും ഓരോ പീസ് മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്തു വയ്ക്കുന്നു. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇതൊരു ഏകദേശ റെക്റ്റാങ്കിള് പോലെയായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഇത് ഏകദേശ റെക്റ്റാങ്കിൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഈ സർക്കിളിനെ നമ്മൾ 8 പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ കൂടുതൽ എണ്ണം വരുന്ന പീസുകളാക്കി മുറിച്ചാലും ഇതേ ഏരിയ നമുക്ക് കിട്ടും. പക്ഷേ അങ്ങനെ നമ്മൾ കൂടുതൽ എണ്ണം പീസുകളാക്കി മുറിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനോട് അടുത്ത് നിൽക്കും. നമുക്ക് കാണാം. ഇപ്പോൾ കുറേ കൂടി വ്യക്തമായ ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാൾ വളരെ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കൂടുതൽ കൃത്യമായ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ഇതാ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാവും. അതായത് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസിന് തുല്യമായിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് πr. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു πr ഇൻറ്റു r, ദാറ്റ് ഈസ് ഈക്വൽ ടു πr സ്ക്വയർ.